ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമാണോ എന്ന് ചോദിച്ചാൽ ചൂടുകൊണ്ട് വയ്യാന്ന് പറയാനേ എല്ലാവർക്കും ഉള്ളൂല്ലേ. അപ്പം നമുക്ക് ഈ ചൂടിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ മഴ പെയ്യണം. മഴ പെയ്തെങ്കിലേ നമ്മളെ എല്ലാ ക്ഷാമവും നമുക്ക് തീരുള്ളൂ. വെള്ളത്തിൻ്റെ ക്ഷാമവും വോൾട്ടേജിൻ്റെ ക്ഷാമവും പവർ കട്ടിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ തീരുള്ളൂല്ലേ. അപ്പോൾ പഠിച്ചവന് പെട്ടെന്ന് മഴ പെയ്ക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ പച്ചമാങ്ങൻ്റെ സീസണല്ലേ. അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ തിന്നാനും ചോറ്റ് കൂട്ടാനും എല്ലാത്തിനും പറ്റണ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയത്, പിന്നെ അതുമല്ല കൊളസ്ട്രോളിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തെങ്കിലേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് തൊട്ടുങ്ങാണ്ട് ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോഴേ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാങ്ങ അവിടെ വെച്ചിക്കണേ. അപ്പോൾ നമ്മൾ അതിക്ക് കുറച്ചൊരു വെള്ളം തിളപ്പിക്കാണ്ടിട്ടാ. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഞാനിതാ ഒരു പാത്രത്തിൽ ഒഴിച്ചിക്കണേ, ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ അതിക്ക് ഞാനൊരു 3/4 ഗ്ലാസ് വിനാഗിരി ആട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വിനാഗിരി നിങ്ങൾ കൂട്ടി പോകരുത് കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ തരിപ്പ് പോവും. അപ്പോൾ വിനാഗിരി കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറക്കുക. അപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് എടുത്തിക്കണേ. അപ്പം നമുക്ക് വെള്ളം തേഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പം ഇനി നമ്മൾ അതിക്കൊരു നല്ല 2 പൊടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഉപ്പിലിടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പിലിടുക എന്ന് വെച്ചാൽ ഇതിൽ വേറെയും പലതും കൂട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 പൊടി ഉപ്പ് ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിക്ക് നല്ലൊരു വലിയൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സ്പൂൺ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത്. അപ്പം ഇനി എന്താടുണ്ടെന്ന് നിങ്ങൾ നോക്കി. അപ്പം നമ്മൾ നാടൻ കുരുമുളക് പൊടിച്ച് വെച്ചതാട്ടത് മിക്സീൻ്റെ ജാറിൽ തന്നെയാണ്. അപ്പോൾ ഇല്ലേനി അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചാണ്. അപ്പോൾ അതും ഒരു സ്പൂണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടിച്ച കുരുമുളക് ഇട്ടാ. ഈ കടയിൽ നിന്ന് വാങ്ങണ ഇടരുത്, അതായാലും തരിപ്പ് പോവും. അപ്പോൾ നമ്മൾ പൊടിച്ചതാണ്. അപ്പോൾ ഒരു സ്പൂണ് അത് ഇട്ട് കൊടുത്ത്. അപ്പം ഇനി ഇത് അടുപ്പത്ത് വെച്ച് കാണ്ട് നല്ലൊന്നാണ്ട് വെട്ടി തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഒന്നുണ്ട് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് മുറിച്ച് വെച്ചിക്കണേ. അത് ചീരാമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീരാമുളക് കിട്ടൂല. ഈ മഴ പെയ്തെങ്കിലേ ഇനി ആ മുളക് കിട്ടുള്ളൂ. അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മളടുത്തുള്ള സാധാ മുളകാണ്. ഇത് എരിവ് കുറവാണ്. അപ്പോൾ ഒന്ന് കഷ്ണിച്ചുകാണ്ട് അതും ആ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിക്കണം. ഇനി നല്ല തണുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കി ഈ മാങ്ങ ഇട്ടത് ഇത് ഉപ്പിലിടുന്ന മാങ്ങ തന്നെയാണ്. അപ്പം ഇനി ഏത് മാങ്ങായാലും വേണ്ടിയില്ല, പച്ചമാങ്ങ. ഇനി രസം ചേന വന്ന് കിണിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ റെസിപ്പിക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ അണ്ടി വരെ ഒന്നുണ്ട് വാർന്ന് വെക്കുക. കത്തിയോണ്ട് അണ്ടി വരെ ഒരു 4-5 വരണ്ട് ഇടട്ടാ. അത് നല്ല ഉള്ളിക്കാക്കിങ്ങാണ്ട് വാർന്ന് വെക്കട്ടാ. അപ്പോൾ പച്ചമാങ്ങ പിന്നെ ചിലരൊക്കെ നല്ല തിന്നും ചെയ്യും, അല്ലെങ്കിൽ തിന്നാൻ കഴിയൂല. അപ്പോൾ പച്ചമാങ്ങൻ്റെ ഒരു സമയമല്ലേ, നല്ല സീസണാണ്. അപ്പോൾ ഇത് നമ്മളെ പെരീക്ക് പോയെന്ന് ഞാൻ പറഞ്ഞില്ല, മുടിയാൾച്ചിലൊക്കെ പോയിനിന്ന്. അപ്പോൾ അവിടുന്ന് നമ്മളെ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേനിട്ടാ. അപ്പോൾ നമ്മളെ വല്യമ്മ ഉണ്ടാക്കിയ മൂച്ചയാണ്. അപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായിക്കണം. അപ്പോൾ എല്ലാവരും ഒക്കെ കൊണ്ടുപോയിക്കണം കേട്ടാ. അപ്പം നമ്മളിതാ ഈ പീലർമ വെച്ചുകാണ്ട് ഇങ്ങനെ വരതല്ല ഇങ്ങനെ ചെത്തി ഇടുക. അപ്പോൾ നല്ല കട്ടി കുറഞ്ഞ് കിട്ടും. നമ്മൾ കത്തിക്ക് മുറിച്ചുമ്പോൾ അത്ര കട്ടി കുറഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതൊരു തേങ്ങാപ്പൂളിൻ്റെ ഒക്കെ മാതിരി ഇങ്ങനെ കട്ടി കുറഞ്ഞുകാണ്ട് കിട്ടും. നന്ന പൊടിയാവില്ല, ഒരു അത്യാവശ്യം ഒരു കട്ടിയിലിട്ടാ. അപ്പോൾ അത് നമുക്ക് ഇതും വെച്ചുകാണ്ട് ഇങ്ങനെ വരതെടുക്കുക. അതിനാണിട്ട് നമ്മൾ വാർന്ന് വെച്ചത്. വലുതാകാനും പാടില്ല, അതിന് വേണ്ടിയിട്ടാട്ടോ വാർന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കാരണം എല്ലാവരും കിണറ്റിലും വെള്ളം വറ്റുകയാണ്. ഈ പ്രാവശ്യം വെള്ളം വറ്റാത്ത കിണറില്ല കേട്ടോ. പിന്നെ പാടവക്കത്തുള്ള കിണറൊക്കെ വറ്റാത്തതുണ്ടാവുള്ളൂ. അല്ലാത്ത കിണറൊക്കെ വറ്റ് തന്നെയാണ് കേട്ടോ. അതൊക്കെ പ്രകൃതി നിയമമാണ്. അതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരൂ. അതാണ് കേട്ടോ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ. നമുക്കായിട്ട് പഠിച്ചോൻ വെച്ചതാണ്. വെള്ളത്തിൻ്റെ കുറവും എല്ലാം അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക.
പിന്നെ വെള്ളമൊന്നും ഉള്ള വെള്ളം അനാവശ്യമായിട്ട് കളയരുത്. ചിലർ വീട്ടിൽ നല്ല ഉണ്ടാവും വെച്ചിട്ട് ഓരോന്നും അനാവശ്യമായിട്ട് കളയരുത്. ഇല്ലാത്തോലെ ഇടങ്ങേറ് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് കണ്ട് അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്താ വെച്ചാൽ പൈപ്പൊന്നും തുറന്നിടാൻ കുട്ടികളൊന്നും അയക്കരുത്. ഷവറൊക്കെ തുറന്നാൽ കുട്ടികൾ പൂട്ടില്ലല്ലോ വെള്ളമുള്ളോടത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിനൊക്കെ ഒരു കൺട്രോൾ കൊടുക്കട്ടെ. ഒരുപാട് ആൾക്കാർ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും വെള്ളം ഉള്ളതും അടിക്കാൻ വയ്യ. എന്താ വെച്ചാൽ വോൾട്ടേജിൻ്റെ ഒരു ക്ഷാമം ഭയങ്കര. കറണ്ടാണെങ്കിൽ ഇങ്ങനെ പോയി വന്നു അതന്നെ ഒരു പണി. എത്ര വട്ട കറണ്ട് പോകണതെന്നാൽ പിന്നെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ടാണ് അത് അറിയാത്തത് കേട്ടോ. ഇൻവെർട്ടർ ഇല്ലാത്തവരാണ് പറയുന്നുണ്ട് കറണ്ട് ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന്. അത്രക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. പഠിച്ചോൻ തന്നെ നമ്മളെ വിഷമങ്ങളൊക്കെ നമ്മൾ തന്നെയല്ല അനുഭവിക്കേണ്ടത്. അതിൻ്റെ പിന്നിൽ നല്ലൊരു പിന്നെ കയറ് ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കട്ടെ. നല്ലൊരു സന്തോഷം ഒരു സമാധാനമൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവും എന്ന് നമ്മൾ സമാധാനിച്ച് കാണ്ടി നമ്മൾ പോവാം. ഞങ്ങളെ നാട്ടിലൊക്കെ വെള്ളമുണ്ട് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കളറ് മാറിയിക്കുക. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ള ഡ്രസ്സുകളൊന്നും തിരുമ്പാൻ വയ്യ. അതുകൊണ്ടൊക്കെ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. നമ്മളിവിടെ പിന്നെ വെള്ളത്തിന് കളർ മാറ്റമൊന്നും ഉണ്ടാവില്ല. നല്ല വെള്ളമാണ് ഇക്കാരം. ഇവിടെ പാറായതുകൊണ്ടേ അത് നല്ല വെള്ളമാണ് ഇക്കാരം. വെള്ളത്തിന് കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ. അയച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടാങ്കി നിറയില്ല എന്നുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണം. അതിനിപ്പോൾ ഈ വോൾട്ടേജിൻ്റെ ക്ഷാമം കൊണ്ട് എപ്പോഴും ഇടാൻ വയ്യ. അതാണിപ്പോൾ വലിയ ബുദ്ധിമുട്ട്. അപ്പം നമ്മളിതാ നല്ലത് ഒരു മാങ്ങ ചെത്തിയപ്പോൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. കുറച്ച് വലിയ മാങ്ങല്ലേ. ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ലതല്ലേ. പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒക്കെ പിന്നെ ഇപ്പോൾ ഒരു എരുമ്പുളിയൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഭക്ഷണത്തിനോടൊക്കെ ഒരു മടുപ്പല്ലേ. കഞ്ഞിക്കും കൂട്ടാ ചോറ്റക്കും കൂട്ടാ എന്തിനും പറ്റിയൊരു റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ അത് മുഴുവൻ ഞാൻ അത് ചെത്തിക്കണം കേട്ടോ. ഒന്നിൻ്റെ പകുതിയാണ് ചെത്തിട്ടാ. അപ്പോൾ പിന്നെ അതിനകത്തില്ല. പിന്നെ ബാക്കിയും കൂടി ഞാൻ ചെത്തിക്കാണ്ട് അതിക്ക് കൂട്ടി. അപ്പോൾ 2 എണ്ണം ആക്കിയിട്ടാണ് 3 എണ്ണം എടുത്ത് വെച്ചിട്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് അച്ചാർ ഇടാണ്ട്. അപ്പോൾ പിന്നെ അത് പിന്നെ ഇടാന്ന് വിചാരിച്ചിക്കാണ്ട് അപ്പോൾ നമ്മളിതാ നല്ലൊരു ഭരണി കുപ്പിക്ക് ഇത് വാരിയാക്കണം കേട്ടോ. ഇതിൻ്റെ പിന്നെ പരുവങ്ങൾ കണ്ടില്ല. നല്ല കട്ടി കുറച്ച് കാണ്ട് ആണ് ഇട്ടത്. അങ്ങനെ ചെത്തി ഇടുമ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല സുഖമാണ്. എളുപ്പം കഴിക്കുക. ഇനി പല്ലിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ ഈ ഭരണി കുപ്പിക്ക് ഞാനിതുണ്ടാക്കി വെക്കണം കേട്ടോ. പൊട്ടണ ഭരണി ഉണ്ടെങ്കിൽ അതന്നെ കേട്ടോ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഫൈബർ എടുക്കുക. അപ്പം നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് നല്ല തണുത്താറിയിക്കണം കേട്ടോ. തണുത്താറിൻ്റെ ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ. അല്ല ഞാൻ പിന്നെ മാങ്ങ പറ്റണം വെന്ത് പോവും. വേകാൻ പാടില്ല. നല്ല തണുത്തതിന് ശേഷം ആ ചൂടൊക്കെ നല്ല പോയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പിന്നെ നോക്കി അത് കഴിഞ്ഞിട്ടാണ് വേറെ ഒന്നുകൂടി ഒഴിക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് അഭിപ്രായം പറയട്ടാ. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണേനും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒക്കെ ലെവലാക്കട്ടെ ഞാൻ. അപ്പോൾ വെള്ളം പാകമായി കിട്ടണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയാണ് ഒരു 1.5 മാങ്ങ ചെത്തിനിന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി അതിക്ക് ചെത്തി കൂട്ടിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കുപ്പിയിൽ കുറച്ചും കൂടി സ്ഥലമുണ്ട്. അപ്പോൾ അതും കൂടി അതിക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഉമ്മാരിയൊക്കെ വേഗം ചിലവായി പോകും. അപ്പോൾ അതും കൂടി ചെത്തിക്കാണ്ട് ഞാൻ അതിക്ക് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ പുതിയതായിട്ട് വന്നിക്കണേ. അപ്പോൾ അവരോടൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി. അത് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിച്ചിട്ടാണ് അതിക്ക് കുറച്ചുകൂടി കല്ലുപ്പ് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ സുർക്കൊന്നും പിന്നെ കൂട്ടിയിട്ടില്ല. അപ്പോൾ അതിക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും കൂട്ടി കൊടുത്ത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും കൂട്ടിക്കാണ്ട് തിളപ്പിച്ച് ഇതേപോലെ ആറിയതാണ് ഇട്ടത്. നല്ല തിളപ്പിച്ച് ആറിയിക്കണേ. അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് കാണാനും ഒരു ഭംഗി ഉണ്ടാവും. സുർക്കൊക്കെ അതന്നെ മതി കേട്ടോ. സുർക്കൊന്നും ഒരുപാട് വേണ്ട, അത്യാവശ്യത്തിന് മതി. അപ്പോൾ ഒക്കെ ഒന്നുണ്ട് ലെവലാക്കി കാണി നമുക്ക് മൂടി വെക്കാം. ഇതിപ്പം തന്നെ തിന്നാം, പിറ്റേന്നും തിന്നാം. കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് കട്ടി കുറച്ചല്ലേ നമ്മൾ ചെത്തിക്കേണ്ടത്. അപ്പം മാങ്ങയൊക്കെ എല്ലാവരും അടുത്തുണ്ടാവും. എല്ലാവരും ഒന്ന് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടി. നീ സമയം കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിക്കോളിട്ടാ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്.
അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞതേനെ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എടുത്തുകൊണ്ട് തിന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ നല്ലൊരു വീഡിയോസായിട്ട് ഇനിയും അടുത്ത് തന്നെ വരും. കണ്ടില്ലേ മഞ്ഞ ഇത് ഞാൻ പിറ്റേന്ന് നട്ടത്. പിറ്റേന്നായപ്പോൾ നല്ലൊരു കളറുണ്ടായി, കാണാനൊക്കെ നല്ലൊരു ഭംഗി വെച്ചിട്ടാണ് പിറ്റേന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാണ്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.